ഇവിടെ നോക്കി, ഇഷ്ടപ്പെട്ടോ നിനക്ക് സ്ഥലത്ത് വന്നിട്ട്? വെൽക്കം ടു അബീസ് അമേസിംഗ് വേൾഡ്. നമ്മൾ ആൾ സെറ്റ് ആണ്. എങ്ങോട്ട് പോവാ മോനെ? എവിടെ പോവാ? ബീച്ച് അല്ലടാ, നമ്മൾ ജസ്റ്റ് ഒരു സൈറ്റ് സീയിങ്ങിന് പോവാണ്. നമ്മുടെ അടുത്തുള്ള ഒരു സ്ഥലമാണ്. അതാണ് ഞങ്ങളുടെ ടേർ. ഞങ്ങളുടെ അപ്പൂപ്പനും കൂടെ ഉണ്ട്. നമ്മുടെ അപ്പൂപ്പൻ ഗേറ്റ് പൂട്ടുന്നു. അപ്പൂപ്പൻ ഇപ്പോൾ വരും. ഞങ്ങൾ 3 പേരും കൂടിയാണ് പോവുക. ഞങ്ങളെ അപ്പൂപ്പനും വന്നിട്ടുണ്ട്. നമ്മൾ നോക്കിയിരുന്ന സ്ഥലം ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലുള്ള ഒരു അതിമനോഹരമായ ഒരു കൊച്ചു ഗ്രാമമാണ് ഉളവയ്പ്. ചേർത്തല അരൂർ റോഡിൽ പൂച്ചാക്കൽ ജംഗ്ഷൻ എന്ന് ഉദ്ദേശം ഒരു 3.5 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് മാറിയിട്ടാണ് ഈ സ്ഥലം. ഇവിടം വരെയും ബസ് സർവീസൊക്കെ അവൈലബിൾ ആണ്. ഈ സ്ഥലം ഓർമ്മയുണ്ടോ? മൈബോസ് സിനിമയിൽ മമത മോഹൻദാസും ദിലീപും നിന്ന് സംസാരിക്കുന്ന സ്ഥലമാണ് ഇവിടെ. ക്ലൈമാക്സ് രംഗം ഓർമ്മയില്ലേ? ഈ കായലിന് ഇരുവശങ്ങളിലും പ്രകൃതിയുടെ ഒരു നാച്ചുറൽ ബ്യൂട്ടി നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റും. ഓക്കേ, കാലൊടിയുമല്ലോ. കുഴിയിലൊക്കെ വീണെങ്കിൽ കാലൊടിയുമല്ലോ. അയ്യോ, ഇനി ബ്രിഡ്ജും കയറണോ മോനെ? ഒരു വശത്ത് കായലും മറുവശത്ത് കൃഷിക്ക് അനുയോജ്യമായ നിലവുമാണ്. കായലിൽ നിന്നുള്ള വെള്ളം കുറേശ്ശെ ഒഴുകി ഇപ്പുറത്തെ സൈഡിലോട്ട് പോകുന്നുണ്ട്. വെള്ളം ഒരു കനാലിൽ കൂടെ അപ്പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. ആള് വെള്ളത്തിൽ പോകുന്നുണ്ടോ മോനെ? തൊട്ടിയല്ല, വള്ളം. വെള്ളമല്ല, വള്ളം. ഇതുണ്ട്. നെല്ല് വിളഞ്ഞു കിടക്കും അല്ലയോ? ഇത് നെല്ല് വിളഞ്ഞു കിടക്കുക. പിന്നെ ആരും വല വീശിട്ട് കളഞ്ഞ കുഞ്ഞു മീനുകളാണ്. ഇതെന്താ? പോകുന്നുണ്ടോ വെള്ളത്തിൽ? പോകുന്ന പായ അപ്പോൾ ചേട്ടന്മാരോട് കളിക്കുന്നുണ്ടോടാ? നല്ല വിളഞ്ഞു കിടക്കുന്ന നെല്ലും അത് കൊത്താൻ വരുന്ന ഒരുപാട് കിളികളും പിന്നെ നല്ല കാറ്റും വെള്ളത്തിൻ്റെ ആ സൗണ്ടും ഒക്കെ ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ്. അവിടെ പോയി കഴിഞ്ഞുണ്ടല്ലോ ഒരു പ്രത്യേക വൈബ് തന്നെ ഉണ്ടാവും.
can see the full sun shining here all around, and it's very beautiful place. എങ്ങനെയുണ്ടോ ഈ സ്ഥലം? നല്ല സ്ഥലമാണ്. സൂപ്പർ ആണല്ലേ. ഇനി അവിടെ ഇച്ചിരി കിലോമീറ്റർ പോയാൽ അവിടെ പശുവായിരിക്കും. പശുവായിരിക്കുമോ? ഇത് ഉളവൈപ്പ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നോക്കിക്കേ, നാട്ടിൻപുറം കാണാം. മാസ്ക് ഒന്ന് ഇടമ്മ. അമ്മ 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 ഞാൻ പറയുന്ന കേക്ക് അതിന്ന് ഇട്. ഫോട്ടോഷൂട്ട് ടൈമാണ്. എൻ്റെ ഫോട്ടോഗ്രാഫർ മാസ്ക് ഇട്ടാലേ ഫോട്ടോ എടുത്ത് തരുള്ളൂ. എന്തായിരുന്നു ആ മറിഞ്ഞു വീണപ്പോൾ എക്സ്പീരിയൻസ്? എന്തിനാ ഓടിയേ? എന്ത് പറയാൻ പോയാ? അവന് പണി കിട്ടിയല്ലേ? എന്താ പറ്റിയടാ കൂട്ടാ? ആരടിച്ചു വീണോ? ഓക്കെ ആണോ? ഇനി നമുക്ക് കായലിൻ്റെ ഇടത് ഭാഗത്തേക്ക് പോവാം. അവിടെ വേറൊരുങ്ങിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പോയി നോക്കാം. ഇങ്ങനെയാണ് പോകുന്നത്. അത്യാവശ്യം ടൂറിസ്റ്റൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം സമയമായി. അപ്പോഴത്തേക്കും കുറച്ച് ആളുകളൊക്കെ വന്നിട്ടുണ്ട്. കണ്ടോ, അപ്പുറത്തെ സൈഡിൽ നിലമായിരുന്നെങ്കിൽ ഇവിടെ അതൊരു തടാകം പോലെയാണ്. ഇവിടെ ചെമ്മീൻ കൃഷിയും മത്സ്യകൃഷിയും ഒക്കെ ഉണ്ട്. പിന്നീട് ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് വരുന്നൊരു സ്ഥലമാണ്. ക്യാമറ കണ്ണിൽ കൂടെ നോക്കുമ്പം സൂപ്പറാണ്. ഇങ്ങനെ പറയണമെന്നറിയില്ല, അത്രയ്ക്ക് നല്ല കിടിലൻ സ്ഥലമാണ്. ഇതെന്താ സംഭവം എന്നറിയില്ല, പക്ഷെ അടച്ചിട്ടേക്കാണ്.
പക്ഷെ ഇടിക്കുന്നത് കുഞ്ഞാട്. എങ്ങോട്ട് പോവാ? ആടിന്റെ പുറകെ പോവാണോ? ഇത് വെള്ളമാടാ. ഈ സൈഡും രണ്ടും ഒരുപോലെ വെള്ളം. രണ്ട് സൈഡിലും ഒരുപോലെ വെള്ളമാണ്. അതെ, അത് കുത്തുവേ. അറിയുന്നു. കുഞ്ഞാടിനെ ഇഷ്ടപ്പെട്ടോ നിനക്ക്? ഒരു സൺ കിസ്ഡ് ലേഡിയെ കാണാമല്ലേ ആകാശത്ത്? നോക്കിക്കേ, കാറ്റടിച്ച് ഒരു സ്ത്രീയുടെ മുഖം പോലെ തോന്നില്ലേ? ഈ കാണുന്നതാണ് ഫ്ലോട്ടിംഗ് റിസോർട്ട്. ഇത് വെള്ളത്തിൽ തന്നെ നിൽക്കുന്ന ഒരു റിസോർട്ടാണ്. ഇവിടുന്ന് അങ്ങോട്ട് ബോട്ട് സർവീസൊക്കെ അവൈലബിൾ ആണ്. ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണേ. അപ്പം നമുക്ക് തോന്നാം തല കറങ്ങുന്ന പോലെ തോന്നും. കുറേ പോളയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ നോക്കി ഇവിടെ ഇങ്ങോട്ട് തെങ്ങൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് വെച്ച് അടിപൊളി തെങ്ങിൻ തോപ്പാണ്. നടന്നു വലഞ്ഞ് ക്ഷീണിച്ച് എന്നെ വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് വരുന്ന വരവാ. അങ്ങനെ 2020 കഴിഞ്ഞു. ഞങ്ങളുടെ 2020 ലാസ്റ്റ് യാത്രയും തീരുന്നു. ഞങ്ങൾ ഇറങ്ങാറായപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ആളുകൾ വന്നിട്ടുണ്ട്. തിരിച്ചു പോകണമെന്ന് തോന്നുമ്പോഴും പിടിച്ചു നിർത്തുന്നൊരു സൗന്ദര്യമുണ്ട് ഈ സ്ഥലത്തിന്. പറ്റുമെങ്കിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ ഇവിടെ വരാൻ നോക്കണം.